അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതഹുൽ മുഈനിൽ നിന്നുള്ള ഉത്ബോധനം. നിർബന്ധ നിസ്കാരം ബാക്കി നിൽക്കെ ഒരാൾ മരണപ്പെട്ടാൽ അത് ഖളാ വീട്ടുകയോ അതിന് പ്രായശ്ചിത്തം നൽകുകയോ ചെയ്യേണ്ടതില്ല. മരണപ്പെട്ടയാൾ വസിയത്ത് ചെയ്തിരുന്നുവെങ്കിലും ഇല്ലെങ്കിലും അത് നിസ്കരിച്ചു വീട്ടണമെന്ന അഭിപ്രായമുണ്ട്. തൽസംബന്ധമായ ഒരു നബിവചനം അടിസ്ഥാനമാക്കി ഇമാം ഷാഫി റളിയല്ലാഹുൻഹയെ തൊട്ട് ഇമാം അബ്ബാദി റളിയല്ലാഹുൻഹ ഉദ്ധരിച്ചതാണ് ഈ അഭിപ്രായം. ഇമാം സുബ്കി റളിയല്ലാഹുൻഹ തൻ്റെ കുടുംബത്തിൽ ചിലർക്കു വേണ്ടി അപ്രകാരം ചെയ്തിട്ടുണ്ട് താനും. സ്വന്തമായി തിന്നുകയും കുടിക്കുകയും ശുചീകരണ മുറകൾ നിർവഹിക്കുകയും ചെയ്യുന്ന വകതിരിവുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും വ്യത്യാസം കൂടാതെ നിസ്കാരം കൊണ്ടും ഖളാ ആയതാണെങ്കിലും ശരി അതിൻ്റെ മുഴുവൻ ഷർത്തുകൾ കൊണ്ടും രക്ഷിതാക്കൾ കൽപ്പിക്കണം. മാതാപിതാക്കൾ അവരത്രേ മേലെ തലമുറയിലുള്ളവരായാലും വസിയത്ത് മുഖേന രക്ഷാകർതൃത്വം ഏൽപ്പിക്കപ്പെട്ടവർ. അടിമയാണെങ്കിൽ ഉടമസ്ഥൻ എന്നിവർക്കെല്ലാം അത് നിർബന്ധമാണ്. 7 വയസ്സിൻ്റെ മുമ്പ് വകതിരിവായാലും 7 വയസ്സ് പൂർത്തിയായ ഉടനെയാണ് ഇപ്രകാരം കൽപ്പിക്കേണ്ടത്. ആജ്ഞയോടൊപ്പം വേണ്ടിവന്നാൽ ഭയപ്പെടുത്തലും ആവശ്യമാണ്. 10 വയസ്സ് പൂർത്തിയായതിനു ശേഷം കുട്ടി നിസ്കരിക്കാതിരിക്കുകയോ പാഴായിപ്പോയത് ഖളാ വീട്ടാതിരിക്കുകയോ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നുപേക്ഷിക്കുകയോ ചെയ്യുന്ന പക്ഷം അതിൻ്റെ പേരിൽ അവനെ പരിക്ക് പറ്റാത്ത വിധം അടിക്കലും പ്രസ്തുത രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കുവാൻ നിങ്ങൾ ആജ്ഞാപിക്കുക. 10 വയസ്സ് എത്തിയവരെ അതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കുകയും ചെയ്യുക എന്ന സ്വീകാര്യമായ നബിവചനമാണ് ഇതിന് തെളിവ്. കുട്ടിക്ക് അനുഷ്ഠിക്കുവാൻ കഴിയുന്ന റമളാൻ നോമ്പിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് സ്വീകരിക്കണം. അതായത് 7 വയസ്സ് മുതൽ കുട്ടിയെ നോമ്പ് പിടിക്കാൻ പരിശീലിപ്പിക്കുക. 10 വയസ്സായാൽ അതിൻ്റെ പേരിൽ അവൻ നോമ്പെടുക്കുന്നില്ലെങ്കിൽ അടിക്കുകയും ചെയ്യുക. പിന്നീട് ഉപേക്ഷിക്കാത്ത വിധം ആരാധനകൾ പരിശീലിപ്പിക്കാനാണ് ഇതിൻ്റെ തത്വം. ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധങ്ങളിൽ നിന്ന് കുട്ടിയെ തടയുക. നിർബന്ധ കാര്യങ്ങളെയും മറ്റു വ്യക്തമായ മതാചാര നിയമങ്ങളെയും മിസ്വാക്ക് ചെയ്യൽ മുതലായ സുന്നത്തുകൾ പോലും അവർക്ക് പഠിപ്പിക്കുക. അതനുസരിച്ച് ജീവിക്കാൻ അവരോട് ആജ്ഞാപിക്കുക എന്നിവയെല്ലാം രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. തൻ്റെ ഇടത്തോടുകൂടി പ്രായപൂർത്തിയായാൽ മാത്രമേ കുട്ടികളോട് രക്ഷിതാക്കൾക്കുള്ള ബാധ്യത അവസാനിക്കുകയുള്ളൂ. അടുത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാം. നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും അതിൻ്റെ സാധൂകരണത്തിന് അനിവാര്യമായതുമായ കാര്യങ്ങൾക്കാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. അവ നിസ്കാരത്തിൻ്റെ മുന്നോടിയായി നിർവഹിക്കേണ്ടതും നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെ അഭംഗുരം നിലനിൽക്കേണ്ടതും നിർബന്ധമാണ്. ഫർളുകളുടെ മുമ്പായി ഷർത്തുകളെപ്പറ്റി വിവരിക്കുന്നതും അതുകൊണ്ട് തന്നെ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. 1. ത്വഹാറത്ത്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ജനാബത്തിൽ നിന്നും ശുദ്ധിയാവൽ, വൃത്തിയാവൽ. മലിനവിമുക്തമായവർ എന്നൊക്കെയാണ് ഭാഷയിൽ ത്വഹാറത്തിൻ്റെ അർത്ഥം. മലിനവും അശുദ്ധിയും മൂലമുണ്ടാകുന്ന തടസ്സം നീക്കലാണ് മതദൃഷ്ട്യാ അതിൻ്റെ വിവക്ഷ. 1-ാമത്തേത് അതായത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഒളു ചെയ്യലാകുന്നു. നെയ്യത്തുകൊണ്ട് ആരംഭിച്ച ശരീരത്തിലെ ചില പ്രത്യേക അംഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ് ഒളു. ഇസ്രാഇൻ്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതോടൊപ്പം ഒളുവും നിർബന്ധമാക്കപ്പെട്ടു. അവ രണ്ടിൻ്റെയും തുടക്കം അന്നായിരുന്നു. ഒളുവിൻ്റെ ഷർത്തുകൾ. കുളിയുടേതെന്ന പോലെ ഒളുവിൻ്റെയും ഷർത്തുകൾ 5 ആകുന്നു. മുത്തലക്കായ വെള്ളം കൊണ്ടാവലാണ് അതിലൊന്ന്. അശുദ്ധിയെ ഉയർത്തുവാനും മലിനങ്ങൾ നീക്കുവാനും മറ്റു ശുദ്ധീകരണങ്ങൾ നിർബന്ധമില്ലാത്ത ശുചീകരണങ്ങൾ പോലും സാധ്യതമാക്കുവാനും മുത്തലക്ക് വെള്ളത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് മുത്തലക്കായ വെള്ളം അഥവാ ത്വഹൂറായ വെള്ളം. വുളൂഇൻ്റെ ഷർത്തുകൾ ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.